Good afternoon. Good afternoon, ma'am. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. Good afternoon, ma'am. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ്. അതിനകത്ത് നമ്മൾ എത്ര പോയിന്റ് വരെ പറഞ്ഞു? നമ്മള് 4 പോയിന്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സും കൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണേ. നെക്സ്റ്റ് പോയിന്റ് ആണ് അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis services through communication with the facilities verification process. എന്താണ് പറയുന്നത്? അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് required to get outpatient dialysis services through communication with the facilities verification process. എന്താണ് പറയുന്നത്? അതായത് ഒരു ഔട്ട് പേഷ്യന്റിന് അവർക്ക് ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരെ എന്ത് കൊടുക്കാം? സപ്പോർട്ട് കൊടുക്കാം. അതൊരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. കാര്യം മിക്കവാറും എല്ലാവരും എന്ത് എടുത്തിട്ടുണ്ടാവും? ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അതിന്റെ എന്താണ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ക്ലെയിമിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യാം? സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഹെൽപ്സിന്റെ അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് outpatient dialysis services through communication with the facilities. ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പേഷ്യന്റുമായിട്ടും അതുപോലെ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് കമ്പനികള്, അതായത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഇൻഷുറൻസ് പ്രൊവൈഡർ ആരാണോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കവറേജ് ഇൻഷുറൻസ് കവറേജ് ഉറപ്പുവരുത്താൻ വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കേട്ടോ, അടുത്ത പോയിന്റ് ഇതാണ്. ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ വർക്ക് സീഗർലി ടു മാക്സിമൈസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. എന്താണ് പറയുന്നത്? ലിങ്ക് ബി ഇൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. അതായത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ടീം ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെ? അതായത് ഒരുപാട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അടങ്ങുന്ന ഒരു ടീമാണ് അല്ലെ? അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ എന്താണ് വിവിധ മേഖലകളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ഡിസിപ്ലിൻസിൽ നിന്നുമുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളുടെ ഒരു ടീമാണ് അല്ലെ? അതിനെയാണ് നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അത്തരത്തില് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ട് ലിങ്ക് ചെയ്ത് വളരെ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ ഓക്കെ, ഇപ്പൊ ഡയാലിസിസ് സെന്റർ ആണെങ്കിൽ ഡയാലിസിസ് സെന്ററിന്റെ ഈ പറയുന്ന അവരുടെ ലക്ഷ്യങ്ങള് അല്ലെ, അവരുടെ ഗോൾസ് ആൻഡ് എയിംസ് എന്താണ് നേടിയെടുക്കുന്ന രീതിയിൽ അവരുമായിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ മൾട്ടി ഡിസിപ്ലിനറി ടീംസ്, ദാറ്റ് മീൻസ് ടീം ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് കേട്ടോ. അവരുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പ്രവർത്തിക്കുക. ഓക്കെ, പിന്നെന്താണ്? വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇതാണ് വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതോടൊപ്പം തന്നെ അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും എന്ന് പറയുമ്പോൾ ആരൊക്കെയാവാം? എക്യുപ്മെന്റ്സുകളാവാം അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾ, അതൊക്കെ എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പോ അങ്ങനെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ? പ്രവർത്തിക്കുക. ഓക്കെ, ഇപ്പൊ അതൊക്കെ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അവര് മറ്റു പല ഹെൽത്ത് പ്രൊഫഷണൽ ടീംസുകളുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം അവര് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കാനായിട്ട്. ക്ലിയർ? ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റി. അതുപോലെ തന്നെ ഈ പറയുന്ന പേഷ്യൻസിനെ ഡയാലിസിസ് ഫെസിലിറ്റിയിലോട്ടും അവിടെ നിന്ന് തിരിച്ചു വീട്ടിലോട്ടും ഒക്കെയുള്ള അവരുടെ ട്രാൻസ്പോർട്ടേഷൻ അവരെ സഹായിക്കുക അല്ലെ. അങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് ഇപ്പൊ ഡയാലിസിസ് സെന്ററിലോട്ട് വരാനാണെങ്കിലും തിരിച്ച് ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലോട്ട് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യങ്ങൾ അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? കൊടുക്കുക. അതിനുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെന്താണ്? മോണിറ്റേഴ്സ്, റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? മോണിറ്റർ ചെയ്യുക അല്ലെ, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാം. ആൻഡ് അപ്ഡേറ്റ് ഇൻഫർമേഷൻ, എല്ലാ വിവരങ്ങളും കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, ഡയാലിസിസ് പേഷ്യൻസ് ആണ്, അത്രയേറെ എന്താണ് മോണിറ്ററിങ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അവരുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കുക, അവരുടെ വിവരങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? പ്രിപ്പയേഴ്സ് ഫയൽസ്, റിട്രീവ്സ് ആൻഡ് കീപ്സ് ദ റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റംസ് എന്നാണ് കേട്ടോ. ഫിൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ കറക്റ്റ് ആണോ? ഫയൽ എന്നാണ് കേട്ടോ, FILE ആണ് കേട്ടോ, ഫയൽ എന്നാണ്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? കറക്റ്റ് ആണ്. അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അവര് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്നും ഇപ്പൊ രോഗിയുടെ ഫയലുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രോഗിയുടെ ഫയലുകൾ മെയിൻറ്റെയിൻ ചെയ്യാം. ആവശ്യമായിട്ടുള്ള ഫയലുകള് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പാകത്തില് അല്ലെ, റിട്രീവ് ചെയ്യാൻ പാകത്തില് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം? ഫയല് നമുക്ക് ആക്സസബിൾ ആണ് അല്ലെ, പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പാകത്തിലൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കാം. റെക്കോർഡുകളും ഡോക്യുമെന്റുകളൊക്കെ കീപ്പ് ചെയ്ത് വെക്കാം. ഇതൊക്കെ ആരുടെ ഉത്തരവാദിത്വമാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. Then last point ഇതാണ്. Attends the daily rounds or meetings to discuss schedule, patient requirements and continue improvement efforts or reminders. അതുകൂടാതെ ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുന്ന അവര് ഡെയിലി റൗണ്ട്സുകൾ നടത്താം. ഓക്കെ, പേഷ്യന്റിന്റെ ഇടയിൽ ഡെയിലി റൗണ്ട്സുകൾ നടത്താം, അവരെ മീറ്റ് ചെയ്യാം, അവരുടെ ഷെഡ്യൂളിനെ പറ്റിയിട്ട് അവർക്ക് ഇത്ര എന്താ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഒരു ഷെഡ്യൂളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഷെഡ്യൂളുകളെ പറ്റി ചർച്ച ചെയ്യാനും അതുപോലെ അതിനെ പറ്റി അവരെ ഓർമ്മിപ്പിക്കാനും പിന്നെ അവരുടെ ആവശ്യകതകൾ അല്ലെ, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സുകൾ അതുപോലെ തന്നെ അവരുടെ ഫീഡ്ബാക്സും മറ്റുമൊക്കെ കളക്ട് ചെയ്യാനും അതിലൂടെ ഏറ്റവും എന്താണ് നല്ലൊരു എഫർട്ട് അല്ലെ, അവർക്ക് ഏറ്റവും നല്ല പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫർട്ടുകളും എടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഡെയിലി റൗണ്ട്സുകള് അതുപോലെ തന്നെ മീറ്റിംഗ്സുകളൊക്കെ നടത്തുക. ഇത്രയുമാണ് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ പോയിന്റുകള്? നമ്മൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ? ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് ആപ്റ്റ് കമ്മ്യൂണിറ്റി സർവീസസ് പറഞ്ഞിരുന്നു
ആ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നോ? ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പറഞ്ഞില്ല അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ അത് വിട്ടുപോയതാണ് കേട്ടോ. അപ്പൊ ഇത് ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് ആക്ട് കമ്മ്യൂണിറ്റി സർവീസസ് കേട്ടോ. അതായത് അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന തരത്തില് ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുക കേട്ടോ. അതായത് പ്രത്യേകിച്ച് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ആണ്. അവർ ഡയാലിസിസ് കഴിയുന്ന അവർ വീട്ടിൽ പോയി ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷമോ അവർക്ക് എന്ത് വേണം? അവർക്ക് ആ ഒരു കെയറിങ് ലഭിക്കണം അല്ലെ? അപ്പൊ അതിനായിട്ടുള്ള പല കമ്മ്യൂണിറ്റി സേവനങ്ങൾ, ചിലപ്പോൾ ഒരു ഹോം ഹെൽത്ത് കെയർ അല്ലെ, ഒരു ഹോം നഴ്സിംഗ് സൗകര്യങ്ങളോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ റീഹാബിലിറ്റേഷൻ സർവീസസുകളോ അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനുള്ള ഒരു സോഷ്യൽ സർവീസ് സപ്പോർട്ടോ, അങ്ങനെയൊക്കെ ഇതൊക്കെ കമ്മ്യൂണിറ്റി സേവനങ്ങളാണ്. എന്ന് വെച്ചാൽ അത് ഹോസ്പിറ്റലിൽ മാത്രം ഒതുങ്ങുന്ന സേവനങ്ങളല്ല. ഇവര് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിൽ പോയി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി ലഭിക്കാനായിട്ട് അങ്ങനെയുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ കൊടുക്കുന്ന രീതിയിൽ എന്ത് തയ്യാറാക്കുക? ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുക, അത് നടപ്പിലാക്കുക കേട്ടോ. അതൊക്കെ ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡയാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ ഡയാലിസിസിനെ പറ്റി അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു അല്ലെ? ഓക്കെ. ഒരു ഡയാലിസിസ് 1940 കാലഘട്ടത്തിലാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഏറ്റവും ഫസ്റ്റ് ഉപയോഗപ്പെടുത്തുന്നത്. 1940s അത് പുറത്തു വെക്കാം. എന്താണ് ഡയാലിസിസ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഡയാലിസിസിന്റെ ആ ഒരു എന്താ പറയുക ട്രീറ്റ്മെന്റ് ഡ്യൂറേഷൻ, അത് എന്തൊക്കെ കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ 3 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ നമ്മള് എന്താണ് 2 സാഹചര്യങ്ങൾ അല്ലെ? ഒന്ന് ESKD, മറ്റൊന്ന് ARF അല്ലെ, അക്യൂട്ട് റീനൽ ഫെയിലിയറും എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസും. പിന്നെ നമ്മള് കിഡ്നിയുടെ ഫങ്ഷൻസുകൾ കണ്ടു. പിന്നെ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡയാലിസിസ് ആണുള്ളത്. ഹീമോ ഡയാലിസിസ് ഉണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അത് തമ്മിലുള്ള മേജർ വ്യത്യാസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വാസ്കുലർ ആക്സസ് ആയിട്ട് അല്ലെ ഇവിടെ വരുന്നത്, ഹീമോ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് 3 ടൈപ്പ് ഉണ്ട്: ഫിസ്റ്റുല, ഗ്രാഫ്റ്റ്, അതുപോലെ വാസ്കുലർ ആക്സസ് കാത്തീറ്റേഴ്സ്. പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ്, അത് 3 ടൈപ്പ് ഉണ്ട്: CAPD, CCPD, IPD. പിന്നെ പൊതുവെ കണ്ടുവരുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്? പിന്നെ എന്താണ് ഡയാലിസിസ് സെന്റർ? ഒരു ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ട ഫെസിലിറ്റികൾ എന്തൊക്കെയാണ്? പിന്നെ ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെയൊക്കെ ഷോർട്ട് ഫോംസ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കാം കേട്ടോ. അടുത്തത് നമുക്ക് പുതിയ വേറൊരു ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിന്റെ പേര് ഇതാണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 9 ആണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. ഓക്കെ, തുടങ്ങാം. ചാപ്റ്റർ തുടങ്ങാലോ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ചിലപ്പോ പറയാൻ വിട്ടുപോകും. അടുത്തവർ ക്ലാസ് ഇല്ല കേട്ടോ നിങ്ങൾക്ക്. ഇന്ന് മാത്രമാണ് ഈ ഒരു അവരോട് കൂടി നിങ്ങളുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് അവർ ക്ലാസ് ഇല്ല കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവണം നിങ്ങളുടെ ക്ലാസ് റൂമിലുണ്ട്. ഓക്കെ, വന്നിരുന്നു അല്ലെ? ഓക്കെ. ഞാൻ ചിലപ്പോൾ പറയാൻ വിട്ടുപോയാലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. എന്താണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല്? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. ഇതിന് പറയുന്ന മറ്റൊരു പേരുണ്ട്. ആ പേരാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് പറയാ. എന്താണ് പറയാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഇൻഫെക്ഷനെ പറ്റിയിട്ട്? ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ചിലപ്പോ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അല്ലെ? അല്ലാത്തവര് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? ഓക്കെ. അപ്പൊ ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ അഥവാ മറ്റൊരു പേരെന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ആ ചാപ്റ്ററിലോട്ട് കടക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് ശരിക്കും ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധയാണ് അല്ലെ? ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ ആണ്, ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധ.
അപ്പൊ നമുക്ക് തോന്നും നമ്മൾ സാധാരണ അസുഖം വന്ന ട്രീറ്റ്മെന്റിന് പോകുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് രോഗബാധ ഏൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഉണ്ട്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഈ ഒരു വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് കേട്ടോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതൊരു ലാറ്റിൻ വേർഡ് ആണ് കേട്ടോ. ഇതൊരു ലാറ്റിൻ വേർഡ് ആണ്. അതിനകത്ത് നോസോ, ശരിക്കും പറഞ്ഞാൽ നോസോ എന്ന വാക്കിന്റെ മീനിങ് അസുഖം എന്നാണ് കേട്ടോ, രോഗം എന്നാണ് അർത്ഥം. പിന്നെ കൊമിയൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് അതിന് ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ്. ദാറ്റ് മീൻസ് ആശുപത്രിയാണ് കേട്ടോ. രോഗത്തെ ശുശ്രൂഷിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താ? ആശുപത്രിയാണ്. അപ്പൊ അത് ചേർത്ത് പറയുമ്പോൾ നോസോകോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന രോഗബാധ, ആശുപത്രിയിൽ നിന്നും ഉണ്ടാകുന്ന അണുബാധ, അതിനെയാണ് നമ്മള് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പിന്നെ സാധാരണഗതിയിൽ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഏതെങ്കിലും ഒരു രോഗി രോഗം മൂലം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സമയത്ത് അവർക്ക് ആശുപത്രിയിൽ നിന്നും എന്തുണ്ടാവുകയാണ്? രോഗബാധ ഏൽക്കുകയാണ്, അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവുകയാണ്. ഓക്കെ, ആ ഒരു അണുബാധ മറ്റു പല അസുഖങ്ങൾക്കും എന്താണ് കാരണമാകുന്നത്. ഓക്കെ, അതാണ് ഇതൊരു പ്രത്യേകത. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ ഇതൊരു സമയം വെച്ചിട്ടാണ് ഇത് പറയുക. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കേൾക്കുക. സമയം വെച്ചിട്ടാണ് നമ്മളത് പറയാനുള്ളത്. അതായത് ഇപ്പൊ ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ്, അതായത് അഡ്മിഷൻ എടുത്ത് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. അതായത് രോഗി ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് അഡ്മിഷൻ എടുത്ത് ഒരു 48 മണിക്കൂറിന് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു കാര്യം. പിന്നെ വന്നിട്ട് എന്താന്ന് വെച്ചാല് ചിലപ്പോ എന്താണ്, ഇപ്പൊ രോഗിയെ ആശുപത്രി വിടുന്നത് വരെ പ്രത്യേകിച്ച് ഒരു ലക്ഷണവും ഉണ്ടാവില്ല. പക്ഷെ ഇവര് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഒരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. അതായത് ആശുപത്രി വിടുന്നത് വരെ പ്രത്യേകിച്ച് രോഗമോ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ രോഗാണു ഇയാളുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവും. ഇയാൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തി ഒരു 3 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്താണെന്ന് പറയാം? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ. അതായത് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ശരിക്കും പറഞ്ഞൊരു 30 ദിവസം വരെ, അതായത് ഈ സർജറി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പൊ ചുവന്ന് തടിക്കാം, അല്ലെങ്കിൽ അതിന് പസ് വരിക, പഴുപ്പുണ്ടാവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ, പനിയൊക്കെ വരിക. അപ്പൊ അതൊക്കെ 30 ദിവസത്തിനുള്ളിലാണെങ്കിൽ കൂടിയും നമുക്ക് അതിനെ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അങ്ങനെ ഒരു പൊതുവെ നമ്മളൊരു സമയം വെച്ചിട്ടാണ് ഈ ഒരു ഇൻഫെക്ഷനെ പറ്റി പറയാറുള്ളത് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് ഈ പറയുന്ന രോഗി ആശുപത്രിയില് വരുന്നത് വരെ, ആശുപത്രിയില് പ്രവേശിക്കുന്നത് വരെ അവർക്ക് എന്തുണ്ടാവില്ല? ഈ ഒരു രോഗബാധ ഉണ്ടാവില്ല. ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ഈ അണുബാധ ഉണ്ടാവുന്നത്. ഓക്കെ, ആശുപത്രിയിലോട്ട് വരുന്നത് വരെ അസുഖം ഉണ്ടാവില്ല. പക്ഷെ ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിയുമ്പോഴാണ് അവർക്ക് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ പറഞ്ഞത്, ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാവുന്ന രോഗമാണ്, ഹോസ്പിറ്റലിൽ നിന്നും ആർജിക്കുന്ന അണുബാധയാണ്. ഓക്കെ, ഇത്രയാണ് നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇതെങ്ങനെയാ വരുന്നത്? ഈ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എങ്ങനെയാ ഉണ്ടാവുന്നത്? അപ്പൊ പ്രധാനമായിട്ടും ഈ പറയുന്ന രോഗാണുക്കൾ, അതായത് നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പിന്നെ ചിലതരം പാരസൈറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ് വഴിയായിട്ട് തന്നെയാണ് ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ചില ബാക്ടീരിയ, വൈറസ്, ചിലതരം പാരസൈറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അളവൊക്കെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോഴും നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാവാം. അതുകൂടാതെ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് വരാം. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിലെ അന്തരീക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൽ നിന്നൊക്കെ ഈ പറയുന്ന അണുബാധ നമുക്ക് ഉണ്ടാവാം. 2 കേസിലും ഉണ്ടാവാം. നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള ഇതുകൊണ്ടും ഉണ്ടാവാം, അതുകൂടാതെ ചുറ്റുപാട് നിന്നും നമുക്ക് ഈ പറയുന്ന ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാം കേട്ടോ. പിന്നെ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് രോഗികൾക്ക് മാത്രമല്ല ഉണ്ടാകുന്നത്. അത് ഈ പറയുന്ന ഡോക്ടേഴ്സിന് വരാം, അവരെ ചികിത്സിക്കുന്നവരാണ് അല്ലെ, ഡോക്ടേഴ്സിന് വരാം, നഴ്സസിന് വരാം, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കോ അറ്റൻഡേഴ്സ് പോലുള്ള ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാണ്ട് രോഗികൾക്ക് മാത്രമല്ല
എല്ലാവർക്കും എന്തുണ്ട്, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഇതിന് ഈക്വൽ ചാൻസ് ആണ്. അതായത് ഈ ഒരു അണുബാധ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ബാക്ടീരിയ, വൈറസ്, ഇത്തരത്തിലുള്ള രോഗാണുക്കൾ മൂലമാണല്ലോ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഇങ്ങനെയുള്ള രോഗാണുക്കളെ തടയാനുള്ള ബാരിയറുകൾ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ പറയും നമ്മുടെ സ്കിന്ന്, അല്ലെ, നമ്മുടെ തൊലി. ഓക്കെ, അതൊരു ബാരിയർ ആണ്. അതുകൂടാതെ നമ്മുടെ മൂക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടൽ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലെ അവിടെയൊക്കെ ഒരു കവറിങ്ങുകൾ ഉണ്ട്. അതൊക്കെ ഇത്തരം രോഗാണുക്കളെ തടയുന്നതിനുള്ള ചില പ്രിവെൻഷൻ ആണ്, ബാരിയേഴ്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ശരീരത്തിന് ഈ പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെയൊക്കെ എന്തുണ്ട്, കവറിങ്സ് ഉണ്ട്. അങ്ങനെയുള്ള കവറിംഗ് ഒക്കെ ഒരു ബാരിയറുകളാണ്. ഇത്തരം അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കുന്നതിനുള്ള ബാരിയേഴ്സ് ആണ്. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന സമയത്ത് നമുക്കറിയാം നമ്മള് ഒരുപാട് ട്യൂബുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്, അല്ലെ. ഇപ്പൊ നമ്മൾ കാനുല വെക്കാറുണ്ട്, അല്ലെ, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ മൂക്കിൽ കൂടെയോ അല്ലെങ്കിൽ ഇപ്പൊ മൂത്രനാളി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ വരണേ അതിലൂടെയൊക്കെ നമ്മൾ കത്തീറ്ററുകളൊക്കെ കയറ്റും, അല്ലെ, ട്യൂബുകളും മറ്റുമൊക്കെ കയറ്റും, അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ഡയാലിസിസ് പേഷ്യന്റ്, നമ്മളിപ്പോ ഡയാലിസിസ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡയാലിസിസ് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവിടെയും കത്തീറ്ററുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ബാരിയറുകളെയൊക്കെ അത് തടസ്സപ്പെടുത്താണ്, അല്ലെ. നമ്മുടെ ബാരിയറുകളൊക്കെ അവിടെ നശിക്കപ്പെടുകയാണ് നമ്മൾ ഈ ട്യൂബൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്കൊക്കെ കയറ്റുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയുള്ള ട്യൂബുകൾ വഴിയായിട്ട് എന്ത് വരികയാണ്, അണുക്കള് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയും എന്ത് വരുന്നുണ്ട്, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങള് ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കണക്ക്. ഈ ചാപ്റ്റർ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഇതാണ് പഠിക്കുന്നത്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താണ്, പിന്നെ പൊതുവെ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രധാനപ്പെട്ട സോഴ്സസ് എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയാ 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ പഠിക്കാനുണ്ട്. അതായത് ഈ പറയുന്ന അണുബാധ ഏതൊക്കെ രീതികളിലാണ് ഉണ്ടാകുന്നത്, 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ പഠിക്കാനുണ്ട്. ട്രാൻസ്മിഷൻ പഠിച്ചാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് പഠിക്കുന്ന അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് ആണ്. എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം, ഒരു 8ഓളം സ്റ്റെപ്പുകൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ഒരു എന്താ പറയുക, ഇൻഫെക്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ശരിക്കും ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയുള്ള നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് അധികം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല കേട്ടോ. ഉണ്ടാവുന്നുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് നോക്കാം ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ ഇൻട്രൊഡക്ഷൻ വായിക്കാം. എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് എ നോസോകോമിയൽ ഇൻഫെക്ഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് എന്ത് പറയപ്പെടുന്നു, നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി എവിടെ നിന്നാണ് ഈ വേർഡ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ, അതും പഠിച്ചു വെക്കേണ്ടതാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ദ വേർഡ് നോസോകോമിയൽ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ വിച്ച് മീൻസ് ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പൊ നോസോകോമിയൽ എന്ന് പറയുന്ന ടേം നോസോകോമിയോൺ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്താണ് നോസോകോമിയോൺ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ്? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? എന്താണ്? ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ, ഹോസ്പിറ്റൽ എന്നാണ്. ഓക്കെ, ഇനി നോക്കാം. It is an infection that is acquired in a hospital or other healthcare facility. It is also called a ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. വേറൊരു പേരും കൂടെ കിട്ടി അല്ലെ. അതായത് ഇത് ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ തന്നെ മാത്രമല്ല, ഹോസ്പിറ്റല് പോലെ മറ്റ് ഹെൽത്ത് കെയർ സേവനങ്ങൾ കൊടുക്കുന്ന ഏത് ഫെസിലിറ്റി ആണോ, ഹോസ്പിറ്റൽ തന്നെ വേണം നിർബന്ധമില്ല. ഇപ്പൊ ക്ലിനിക്കുകളായിരിക്കാം, അല്ലെ, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററുകളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ മറ്റുള്ള നഴ്സിംഗ് ഹോംസുകളായിരിക്കാം. അങ്ങനെ നമുക്ക് ആരോഗ്യ പരിചരണങ്ങൾ കൊടുക്കുന്ന ഏത് ഫെസിലിറ്റികളും ആവാം കേട്ടോ. ഹോസ്പിറ്റലിൽ മാത്രമല്ല, അങ്ങനെയുള്ള ഏത് ഫെസിലിറ്റിയിൽ നിന്ന് വേണമെങ്കിലും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന വേറൊരു പേരെന്താണ്? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അപ്പൊ 3 പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. അങ്ങനെ 3 പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി നോക്കാം. Such an infection may be acquired in hospitals, rehabilitation centers, nursing homes, outpatient clinics, diagnostic laboratories or other clinical settings. നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ മാത്രമല്ല,
ഈ പറയുന്ന നഴ്സിംഗ് ഹോമോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെന്ററുകളോ മറ്റുള്ള ലാബുകളിൽ നിന്നോ ഒക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല, ഇൻഫെക്ഷൻ ഈസ് സ്പ്രെഡ് ടു ദ അഫക്റ്റഡ് പേഷ്യന്റ് ഇൻ ദ ക്ലിനിക്കൽ സെറ്റിംഗ് ബൈ മെനി മീൻസ്. അതായത് ഈ ഒരു ഇൻഫെക്ഷൻ പല രീതികളിൽ നമ്മൾ ഈ പറയുന്ന ആളുകളിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻസിലേക്ക് എത്താം അല്ലെ, പല രീതിയിൽ. ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കിയേ. ഹെൽത്ത് കെയർ സ്റ്റാഫ് ആൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ ബിസൈഡ്സ് ടു ദ കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്, ബെഡ് ലിനൻസ് ഓർ എയർ ഡ്രോപ്ലെറ്റ്. കേട്ടോ, എന്നല്ല, എയർ ഡ്രോപ്ലെറ്റ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഈ പറയുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആരിൽ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാം. ഈ പറയുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്നും ഈ പറയുന്ന ഇൻഫെക്ഷൻ വരാം. കാര്യം ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗികളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ശരിയായ ഹൈജീൻ ഒന്നും പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പറയുന്ന അണുബാധ ഉണ്ടാകും. അപ്പൊ അവരിൽ നിന്നും രോഗികൾക്ക് വരാം അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൂടാതെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ അല്ലെ, അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ലിനൻസ് അല്ലെ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളാവാം, എക്യുപ്മെന്റ്സുകളാവാം, അല്ലെങ്കിൽ എയർ ഡ്രോപ്ലെറ്റ് അല്ലെ, വായുവിലൂടെയും ഒക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യപ്പെടാം. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? ഇറ്റ് ക്യാൻ ആൾസോ ഒറിജിനേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് എൻവിറോൺമെന്റ്, അനദർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, സ്റ്റാഫ് who are infected, or in some cases the source of the infection cannot be ascertained. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഔട്ട്സൈഡ് എൻവയോൺമെന്റ്, പുറത്തു നിന്നും ഉണ്ടാവാം. അതുപോലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു പേഷ്യൻസിൽ നിന്നോ സ്റ്റാഫുകളിൽ നിന്നൊക്കെ ലഭിക്കാം. ചില സിറ്റുവേഷനിൽ നമുക്ക് ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് പോലും കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എവിടെ നിന്നാണ് ഈ ഒരു ഇൻഫെക്ഷൻ കിട്ടിയെന്നുള്ളത് പോലും കൃത്യമായിട്ട് ചിലപ്പോൾ നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് പറ്റാതെ വരും കേട്ടോ. ഓക്കെ, in certain cases the microorganisms emerges from the patient's own skin, becoming opportunistic after the surgery. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പുറമേ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് വരാം അല്ലെ. അതുകൂടാതെ നമ്മുടെ സ്വന്തം ശരീരത്തിനകത്ത് നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരാം. നമ്മുടെ ശരീരത്തിൽ വൈറസുകളുണ്ട്, ബാക്ടീരിയകളുണ്ട്, പാരസൈറ്റ്സുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലും അതുമൂലം നമുക്ക് എന്ത് സംഭവിക്കാം? ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അതിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ ഷോസ് എ ടെൻഡൻസി ടു ലാക്ക് പ്രൂഫ് ദാറ്റ് ഇറ്റ് വാസ് പ്രസന്റ് when the patient got into the healthcare setting, thus meaning it was acquired post admission. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ആ ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിക്കുന്നത് വരെ അവർക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതിനുശേഷമാണ് ഈ ഒരു അസുഖം വരുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് അതിനെ അക്വയർഡ് പോസ്റ്റ് അഡ്മിഷൻ, അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയാൻ കാരണം കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നും അക്വയർ ചെയ്യുന്ന, ആർജിക്കുന്ന ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദി സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് കേട്ടോ. ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസും പൊതുവായിട്ട് കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാനുണ്ട് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. ഫോർ എ HAI എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആക്കിയതാണ് കേട്ടോ. എന്താണത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്നാണ് കേട്ടോ. അതിന് ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിരിക്കുന്നതാണ് HAI കേട്ടോ. ഓക്കെ, ഫോർ HAI the infection must arise. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഒന്നാമത്തെ എന്താണ്? അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സമയം വെച്ചിട്ടാണ് അത് സാധാരണ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ. ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം, ചെയ്ത് 48 മണിക്കൂറിന് ശേഷം ഇത്തരം ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടാകാം അല്ലെ. അതാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം, അതായത് രോഗി വീട്ടിലെത്തിയതിനു ശേഷമായിരിക്കും വരുന്നത് ലക്ഷണങ്ങൾ കേട്ടോ. അപ്പൊ ഡിസ്ചാർജ് കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം, അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്. ഓക്കെ, അങ്ങനെ വരാം.
പിന്നെന്താണ് മറ്റൊരു കണ്ടീഷൻ പറയുന്നത് എന്താണ്? ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി when someone was admitted for the reasons except for the infection. പിന്നെ എന്താന്ന് വെച്ചാല് ഏത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ലേ? ഇൻഫെക്ഷൻ അല്ലാത്ത കാരണം എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ മാത്രമായിട്ടല്ലല്ലോ രോഗികൾ ഹോസ്പിറ്റലിൽ വരുന്നത്, അല്ലാതെ പല കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അല്ലെ? ഈ പറയുന്ന പോലെ വല്ല ഫ്രാക്ചർ ആയിട്ടോ അല്ലെ അങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ വല്ല കൗൺസിലിംഗ് പർപ്പസിനോ അങ്ങനെയൊക്കെ രോഗികൾ വരാറുണ്ട് ഹോസ്പിറ്റലിൽ അല്ലെ, അല്ലാണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് മാത്രമല്ലല്ലോ വരുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് അവിടെ വരുമ്പോൾ ചിലപ്പോൾ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ അന്തരീക്ഷത്തിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്. ക്ലിയർ ആയോ? അപ്പൊ 3 സാഹചര്യങ്ങൾ ഓർത്ത് വെക്കുക. എപ്പോഴൊക്കെയാണ്? ഒന്ന് അപ് ടു 48 hours ആഫ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിഷൻ, 2 അപ് ടു 3 days ആഫ്റ്റർ ഡിസ്ചാർജ്, 3 in a health care facility when someone was admitted for the reasons except for the infection. Clear ആയല്ലോ? ഇനി അടുത്തത് the most common types of hospital acquired infections കേട്ടോ. ഇനി പൊതുവെ കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അഥവാ UTIs എന്നാണ് പറയുന്നത് കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ശരിക്കും പറഞ്ഞ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് പറയുന്നത് ഏതാണ്? യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്, സർജറി കഴിഞ്ഞ ഭാഗത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ വല്ല തടിക്കോ അല്ലെങ്കിൽ ചുമന്ന തടിപ്പ് വരിക, അല്ലെങ്കിൽ പഴുപ്പ് വരിക, പനി വരിക, അങ്ങനെയൊക്കെ വരിക കേട്ടോ. ഇതൊക്കെ പൊതുവെ കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ്. പിന്നെ വരുന്നത് ഗാസ്ട്രോ എൻറ്ററൈറ്റിസ് കേട്ടോ. ഗാസ്ട്രോ എൻറ്ററൈറ്റിസ് എന്താണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതാണ് അല്ലെ. അതായത് സ്റ്റൊമക് സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഡയേറിയ, ലൂസ് മോഷൻ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താണ്? പൊതുവെ കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ് കേട്ടോ. പിന്നെ വരുന്നതാണ് മെനിഞ്ചൈറ്റിസ് അല്ലെ. മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട് നമ്മുടെ ബ്രെയിൻ അതുപോലെ നമ്മുടെ സ്പൈനലിനെയൊക്കെ കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ്, ഒരു എന്താ പറയാ, ഒരു കവറിങ്, ഒരു ആവരണം എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മെനിഞ്ചസിന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, വീക്കം, ഓക്കെ, അതൊരു അവസ്ഥയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ മെനിഞ്ചൈറ്റിസും പൊതുവായി കണ്ടുവരുന്ന ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണാണ് ന്യൂമോണിയ. ഓക്കെ, ന്യൂമോണിയ കേട്ടോ, ശ്വാസകോശത്തിന് വരുന്നതാണെന്ന് അറിയാലോ ന്യൂമോണിയ. അപ്പൊ ഇതൊന്നും ഈ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്: യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗാസ്ട്രോഎൻറ്ററൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് ആൻഡ് ന്യൂമോണിയ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് the symptoms for these infections may consist of. ഇനി ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസുകള്, ലക്ഷണങ്ങള് എന്തൊക്കെയാണ്? എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് കാണുന്നത്? ഒന്ന്, ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട് അല്ലെ. ഇപ്പൊ മുറിവിൽ നിന്നുമൊക്കെ എന്തുണ്ടാവാം? ഡിസ്ചാർജസ്, പസ് പോലെ വരും, പഴുപ്പ് പോലെ വരാം അല്ലെ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, സർജറി ഒക്കെ ചെയ്യുന്ന കഴിഞ്ഞ ഭാഗത്ത് പഴുപ്പ് വരാം. അപ്പൊ പഴുക്കാൻ തന്നെ പറയുന്നത് ശരിക്കും ഒരു ഇൻഫെക്ഷന്റെ സൂചനയാണ് അല്ലെ. അല്ലെങ്കിൽ മരുന്ന് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണങ്ങി പോകേണ്ടതാണ്. പക്ഷെ എന്തുണ്ടാവുകയാണ്? ആ വൂണ്ടിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഡിസ്ചാർജുകൾ, പഴുപ്പുകൾ. അതുപോലെ ഫീവർ, പനി വരും. ഓക്കെ, പനി. പിന്നെ കഫ്, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. കഫ് എന്ന് പറഞ്ഞാൽ അറിയാതെ ചുമയാണ്. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, നമുക്കൊരു വല്ലാത്തൊരു സഫോക്കേഷൻ, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓഫ് ഡിഫിക്കൽട്ടി ഇൻ യൂറിനേഷൻ. ബേണിംഗ് വിത്ത് യൂറിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ബേണിംഗ് സെൻസേഷൻ വരിക. അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? ഹെഡ് ഏക്ക്, തലവേദന. അതുപോലെ തന്നെ നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. നോസിയ എന്താണ്? ഓക്കാനമാണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ വോമിറ്റിംഗ്, ഡയേറിയ. ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ. പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഇനി അത് കൂടാതെ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി എന്താണ്? പീപ്പിൾ ഹു എക്സ്പീരിയൻസ് ദ ന്യൂ സിംറ്റംസ് in the course, they may also experience pain and irritation at the infection site, and many will experience noticeable symptoms. അപ്പൊ പൊതുവെ ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. എങ്കിലും ചില പേഷ്യൻസിന് അവർക്ക് ആ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഭയങ്കരമായ പെയിൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ ആയോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണ്, പൊതുവെ എപ്പോഴാണ് അത് വരുന്നത്,
പിന്നെ കണ്ടുവരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ്, അതിന്റെ സിംറ്റംസുകൾ. ഇത്രയും നിങ്ങൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഓക്കെ ആണോ? അടുത്തതാണ് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ഇനി നമ്മൾ പഠിക്കുന്നത് നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സസ് ആണ് കേട്ടോ. എവിടെ നോക്കിയാണ് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഫുൾ അതിന്റെ പോയിന്റുകളാണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിലെ മെജോറിറ്റി ആളുകൾക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാവുന്ന ആളുകളാണ് കേട്ടോ. കൂടുതൽ പേർക്ക് അറിയാത്ത കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ എന്തൊക്കെയാണ്? അതർ പേഷ്യൻസ് കേട്ടോ. മറ്റുള്ള പേഷ്യൻസ് അറിയാലോ. മറ്റുള്ള പേഷ്യൻസിൽ നിന്നും നമുക്ക് എന്ത് വരാം? ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാം. ഓക്കെ, പിന്നെ വിസിറ്റേഴ്സ് അല്ലെ, സന്ദർശകര്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ആയി കിടക്കേണ്ട താമസമുള്ളൂ അല്ലെ. ബന്ധുക്കളും ആളുകളൊക്കെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കാണാൻ വരും അല്ലെ. വിസിറ്റേഴ്സ് ഒരു പതിവ് ഇതാണ്, നമ്മുടെ ഒരു കൾച്ചറിൽ അങ്ങനെയാണ് അല്ലെ. സോ വിസിറ്റേഴ്സിൽ നിന്നുമൊക്കെ ഈ പറയുന്ന അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകാം. ഓക്കെ, പിന്നെന്താണ്? ഹോസ്പിറ്റൽ പേഴ്സൺസ്. ഹോസ്പിറ്റൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സസ് ആയിക്കോട്ടെ, ആളുകളുമായിട്ട് പേഷ്യൻസ് ആയിട്ട് ഇടപഴകുന്ന അത്തരം ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഓക്കെ, പിന്നെന്താണ്? സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട്, കാര്യം സർജറി പ്രൊസീജിയറിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ഒരുപാട് ട്യൂബുകള് അല്ലെങ്കിൽ മറ്റുള്ള ഡിവൈസസ് ഒക്കെ ഡ്രെയിനുകളൊക്കെ നമ്മുടെ ശരീരത്തിനകത്തേക്കൊക്കെ പ്രവേശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കയറ്റുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിലൂടെയൊക്കെ അണുക്കള് പ്രവേശിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെ. ഓക്കെ, സർജിക്കൽ പ്രൊസീജിയേഴ്സ്. പിന്നെ മറ്റൊരു സോഴ്സ് എയർ അല്ലെ. നമ്മുടെ വായുവിൽ നിന്നും എന്തുണ്ടാവാം? അണുബാധ ഉണ്ടാവാം. പിന്നെ വാട്ടർ ഓർ ഫുഡ് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അങ്ങനെയൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഓക്കെ, പിന്നെന്താണ്? അടുത്ത ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത നോക്കിയേ, പേഷ്യൻസ്. PTയിലാണ് കൊടുത്തിരിക്കുന്നത്. പേഷ്യന്റ് എന്ന് ചുരുക്കി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ. എന്താണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ എന്ന് ഉദ്ദേശിക്കുന്നത്? നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ സ്വന്തം ബോഡിക്കകത്ത് തന്നെയുള്ള എന്താണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ. അത്തരം രോഗാണുക്കൾ മൂലവും എന്തുണ്ടാവാം? ഇൻഫെക്ഷൻ ഉണ്ടാവാം അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ചെറിയ അളവിലൊക്കെ ചെറിയ ബാക്ടീരിയ ഉണ്ട്, പാരസൈറ്റ്സ്, അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ പറയുന്ന അസുഖം ഉണ്ടാവാം. ഓക്കെ, അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. ഫ്ലൂയിഡ് എന്നല്ല കേട്ടോ, ഫ്ലോറ എന്നാണ്. ദാറ്റ് മീൻസ് എ കളക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഈസ് ലിവിങ് ഇൻസൈഡ് ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് തന്നെ വസിക്കുന്ന മൈക്രോ ഓർഗാനിസംസിന്റെ ഒരു കൂട്ടം. ഓക്കെ, അതാണ് കേട്ടോ. അതുമൂലം നമുക്ക് ഈ പറയുന്ന അസുഖം ഉണ്ടാവാം. പിന്നെ വരുന്നതാണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ. ഇതാണ് ഫോമൈറ്റ് കേട്ടോ. ഫോമൈറ്റ് കണ്ടാമിനേഷൻ. എന്താണ് ഫോമൈറ്റ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾക്കറിയാം ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതോ അല്ലെ, നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന നിർജീവമായിട്ടുള്ള വസ്തുക്കൾ അല്ലെ, അതിനെയാണ് നമ്മൾ ഫോമൈറ്റ് കണ്ടാമിനേഷൻ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഡെഡ്ലിനസ്, തുണിത്തരങ്ങള് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂട്ടൻസിൽസ് അല്ലെ, പാത്രങ്ങള്, അല്ലെങ്കിൽ പറയുന്ന പോലെ എക്യുപ്മെന്റ്സുകൾ അല്ലെ. എക്യുപ്മെന്റ്സുകളൊക്കെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിലൊക്കെ നമുക്ക് ഈ അസുഖം വരും അല്ലെ. അതുപോലെ നമ്മൾ ടച്ച് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതൊക്കെ എന്താണ്? ഫോമൈറ്റ് കണ്ടാമിനേഷൻ ആണ്. നമ്മൾ കോവിഡ് ഒക്കെ ഫേസ് ചെയ്ത ആൾക്കാരല്ലേ. നമ്മൾ എപ്പോഴും എവിടെ തൊടുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകള് വാഷ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്? അണുബാധ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഫോമൈറ്റ് കണ്ടാമിനേഷൻ കേട്ടോ. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നിർജീവമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. പിന്നെ എന്താ പറയുന്നത്? ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ. ഡിവൈസസ്, ഓക്കെ, ഹോസ്പിറ്റൽ ഡിവൈസസ്. ഡ്രെയിൻസ്, ഡ്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, നമ്മൾ സർജറി മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ്സും മറ്റുമൊക്കെ ഡ്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട്. പിന്നെ കത്തീറ്ററുകള്. ഓക്കെ, ഇതിലൂടെയൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ക്ലിയർ ആയോ? സോഴ്സുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇതൊക്കെയാണ് അതർ പേഷ്യൻസ്, വിസിറ്റേഴ്സ്, ഹോസ്പിറ്റൽ പേഴ്സൺസ്, അതുപോലെ സർജിക്കൽ പ്രൊസീജിയേഴ്സ്, എയർ, വാട്ടർ ഓർ ഫുഡ്, പേഷ്യൻസ് നോർമൽ ഫ്ലോറ,
ഫോമൈറ്റ് കണ്ടാമിനേഷൻ, അതുപോലെ ഡിവൈസ് ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റേഴ്സ്. ഓക്കെ ആണോ? ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റൽ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻസിന് ഏറ്റവും റിസ്ക് ഉള്ള ആളുകൾ ആരൊക്കെയാണ്? റിസ്ക് ഉള്ള ആളുകൾ മാത്രമല്ല, ഈ ഒരു ഇൻഫെക്ഷൻ വരാൻ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ആളുകളും എന്താ പറയുക സാഹചര്യങ്ങളും എന്തൊക്കെയാണ് കേട്ടോ. അതായത് എങ്ങനെയുള്ള ആളുകളില് അല്ലെങ്കിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, നോക്കുക കേട്ടോ. ദോസ് ഹു ആർ അഡ്മിറ്റഡ് ടു എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആർ അറ്റ് എ റിസ്ക് ഓഫ് കോൺട്രാക്ടിങ് എ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫോർ സം ബാക്ടീരിയ ദ റിസ്ക് മേ ആൾസോ ഡിപ്പെൻഡ് ഓൺ. അപ്പൊ റിസ്ക് ആവുന്ന ആളുകളും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഇപ്പൊ പേഷ്യന്റിന്റെ കൂടെ ഹോസ്പിറ്റലിലുള്ള റൂംമേറ്റുകൾ അല്ലെ, റൂംമേറ്റുകൾക്ക് ഈ ഒരു ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മള് ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ആയിട്ട് പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരും, ഈ ഒരു അസുഖം വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലായാലും അല്ലെ, നമ്മള് ജോലിക്ക് പോകുന്ന ആരായാലും ഇപ്പൊ നമുക്ക് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന സ്വാഭാവികമായിട്ട് നമുക്കും അത് കിട്ടാറുണ്ട് അല്ലെ. അത്രേ ഉള്ളൂ. അപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഓക്കെ, പിന്നെ രണ്ടാമത്തത് ഏജ് ആണ് പറയുന്നത്. വയസ്സ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് കേട്ടോ. പെർട്ടിക്കുലർലി ഇഫ് ദ പേഷ്യന്റ് ഈസ് മോർ ദാൻ 70 years ഓൾഡ്. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു 70 വയസ്സൊക്കെ അതിന് മുകളിലൊക്കെ പ്രായമുള്ള ആളുകൾ കേട്ടോ. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഏജ് എന്ന് പറയാൻ ഒരു കാരണം എന്താ വെച്ചാൽ ഏജ് കൂടുന്തോറും എന്ത് കുറയും? നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയും അല്ലെ. നമ്മുടെ പ്രതിരോധ ശക്തിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ക്ഷയിക്കാൻ തുടങ്ങും. പണ്ടത്തെ ചെറുപ്പത്തിലൊരു ഇമ്മ്യൂണിറ്റി ഒന്നും നമുക്ക് എന്തുണ്ടാവില്ല, പ്രായം ചെല്ലുന്തോറും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വളരെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പൊ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഏജ് ഒരു ഫാക്ടർ ആയിട്ട് അവിടെ പറഞ്ഞത് കേട്ടോ. പ്രത്യേകിച്ച് എങ്ങനെയാണ് 70 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ള ആളുകൾ. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാല് ഹൗ ലോങ് പുട്ട് ഇൻ ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ് കേട്ടോ. അതായത് ലെങ്ത് ഓഫ് ആന്റിബയോട്ടിക് യൂസ്. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം കൂടുതലാണെങ്കിൽ അതും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് നമ്മൾ ഈ ആന്റിബയോട്ടിക്സുകളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് ഒരു കോഴ്സ് ആയിട്ടാണല്ലോ. ഓക്കെ, നമ്മളത് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രതിരോധിക്കാൻ കപ്പാസിറ്റി ഉള്ള അടുത്ത രോഗാണുക്കളായിരിക്കും പിന്നീട് വരുന്നത് അല്ലെ. നമ്മളിങ്ങനെ ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ആ അണുക്കളെ നശിപ്പിക്കും. പക്ഷെ എങ്കിലും നമുക്കറിയാം സർവൈവൽ ആണ് അല്ലെ, സർവൈവൽ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന രോഗാണുക്കൾ എന്ന് പറഞ്ഞാൽ അതിനെയും എല്ലാം കപ്പാസിറ്റി ഉള്ള രോഗാണുക്കളായിരിക്കും പിന്നെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ ആന്റിബയോട്ടിക്കുകളൊക്കെ പരമാവധി കുറയ്ക്കണമെന്നും അത് ആന്റിബയോട്ടിക് ഒക്കെ ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ മാത്രമേ അത് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ആന്റിബയോട്ടിക്സുകളുടെ യൂസേജ് അത് നമ്മൾ ഒരുപാട് കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇമ്മ്യൂണിറ്റി ഒക്കെ നമ്മുടെ കുറയും. അപ്പോഴും ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെന്താണ്, വെദർ ദ പേഷ്യന്റ് ഹാസ് എ യൂറിനറി കത്തീറ്റർ ഓർ നോട്ട്. അതുപോലെ യൂറിനറി കത്തീറ്ററുകളൊക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസുകൾ നേരത്തെ പറഞ്ഞല്ലോ, യൂറിനറി ട്രാക്റ്റിലൂടെയൊക്കെ സിവിയർ ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ കത്തീറ്റർ കയറ്റും. അപ്പൊ ഈ കത്തീറ്ററുകളിലൂടെയൊക്കെ എന്ത് സംഭവിക്കും? ഇൻഫെക്ഷൻസ് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് ലെങ്തി ICU സ്റ്റേസ്. കൂടുതൽ നാള് ICUലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ, ഓക്കെ, എന്നാൽ കൂടുതൽ സമയം നമ്മൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുകയാണ് അല്ലെ. ICUലൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അറിയാം ICU പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവർക്കും ഈ പറയുന്ന ചാൻസ് റിസ്ക് വളരെ കൂടുതലാണ്. പിന്നെന്താണ്, വെദർ ദ പേഷ്യന്റ് ഹാസ് ബീൻ ഇൻ എ കോമ പേഷ്യൻസ്. അബോധാവസ്ഥയിലൊക്കെ ഇരിക്കുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അവരെ സംബന്ധിച്ച് അവർക്ക് കോമ സ്റ്റേജിലാകുമ്പോൾ അവരുടെ ബ്രീത്തിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അധികം എന്തായിരിക്കും? വെന്റിലേറ്ററിലായിരിക്കും അല്ലെ. മറ്റുള്ളൊരു സപ്പോർട്ടിംഗ് സിസ്റ്റത്തോട് കൂടിയിട്ടായിരിക്കും അവരുടെ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ വായുടെ ഉള്ളിലൂടെയൊക്കെ എയർവേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്യും അല്ലെ. അപ്പൊ അതിലൂടെയൊക്കെ ഈ പറയുന്ന അണുക്കള് ശരീരത്തിനകത്ത് കയറാനും അതിനുള്ള ചാൻസും അവർക്ക് കൂടുതലാണ്. പിന്നെ പറയുന്നത് എനി ട്രോമ എന്ന് വെച്ചാൽ എന്താണ്? ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ്, ആഘാതങ്ങളൊക്കെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പൊ ഹെഡ് ഇഞ്ചുറി ഒക്കെ സംഭവിക്കാം, ഭയങ്കരമായിട്ടുള്ള മുറിവുകളൊക്കെ സംഭവിക്കാം അല്ലെ, പരിക്കുകളൊക്കെ സംഭവിക്കുന്ന രോഗികള് അവർക്കും ഈ പറയുന്ന ചാൻസ് കൂടുതലാണ്.
പിന്നെ വരുന്നത് ത്രെട്ടൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെയധികം എന്താ പറയാ ക്ഷയിച്ചിട്ടുള്ള, അതായത് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആളുകൾ അല്ലെ, അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുള്ള സാഹചര്യങ്ങൾ, എങ്ങനെയുള്ള ആളുകൾക്കാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ റിസ്ക് ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പൊ പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ് ഏജ് ഒരു ഫാക്ടർ ആണ്, അതുപോലെ യൂസേജ് ഓഫ് ആന്റിബയോട്ടിക്സ്, പിന്നെ ട്രോമ പേഷ്യൻസ്, കോമ പേഷ്യൻസ്, അതുപോലെ ലെങ്ത് ഓഫ് ICU സ്റ്റേസ്, പിന്നെ വളരെ വീക്കൻഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവർക്കും നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നോസോകോമിയൽ ഇൻഫെക്ഷന് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതായത് ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു രോഗബാധ ഉണ്ടാകുന്നത്. രോഗബാധ കേട്ടോ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ, എളുപ്പമുള്ളതാണ്. പക്ഷെ ഇതിന് ക്വസ്റ്റ്യൻസ് ധാരാളം വരാറുണ്ട്. ഓക്കെ, അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ അഞ്ച് മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ, അതായത് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. 2 ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. 3 എയർ ബോൺ ട്രാൻസ്മിഷൻ. 4 കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. 5 വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, കിട്ടിയോ? 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, 2 എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, 3 എന്താണ് എയർ ബോൺ ട്രാൻസ്മിഷൻ, 4 കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, 5 വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഇതാണ് 5 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഏരിയ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോണ്ടാക്ട് അഥവാ ഹാൻഡ് ഹോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ, ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതായത് സമ്പർക്കത്തിലൂടെ, കോണ്ടാക്റ്റിലൂടെ വരുന്ന ട്രാൻസ്മിഷൻ. ഓക്കെ, അത് തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, 2 ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. നേരിട്ടുള്ള സമ്പർക്കമാവാം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈ പറയുന്ന എന്താണ് ട്രാൻസ്മിഷൻ നടക്കുക അല്ലെ. ഓക്കെ, ആദ്യത്തെ എന്താണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. എന്താണ്? ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആൻഡ് ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് between a host and an infected or colonized. Okay, such as when a person turns a patient, gives a bath, or does other patient care jobs that need a direct personal contact. Okay, but direct contact എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ ദ എന്താണ് ത്രൂ ദ കോണ്ടാക്ട് ഓഫ് ബോഡി സർഫസസ് അല്ലെ. അതായത് നമ്മൾ ബോഡി സർഫസസുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് മൂലം അല്ലെ, ആ ഒരു കോണ്ടാക്റ്റിലൂടെ ഇത് ചെയ്യപ്പെടുകയാണ് രോഗാണുക്കളുടെ വ്യാപനം നടക്കുകയാണ് അല്ലെ, രോഗബാധ അവിടെ ഉണ്ടാക്കുകയാണ്, രോഗാണു വ്യാപനം ഉണ്ടാവുകയാണ് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ നേരിട്ട് ബോഡി സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്തുണ്ടാവും? ഫിസിക്കൽ ഷിഫ്റ്റിംഗ് ഓഫ് മൈക്രോ ഓർഗാനിസം അല്ലെ, രോഗാണുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, ബിറ്റ്വീൻ ഹോസ്റ്റ് ആൻഡ് ഇൻഫെക്റ്റഡ് ഓർ കോളനൈസ്ഡ്. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആതിഥേയരാണ് കേട്ടോ, രോഗാണു പ്രവേശിക്കുന്ന ശരീരം, അതാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അവരിൽ നിന്നും ആ രോഗാണു ഏതൊരാളുടെ ശരീരത്തിലേക്കാണോ പ്രവേശിക്കുന്നത് അതാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഹോസ്റ്റിനും ഇൻഫെക്റ്റഡ് ഏജൻസിനും പേഷ്യൻസിനും ഇടയിലായിട്ട് നേരിട്ടുള്ള ബോഡി സമ്പർക്കത്തിലൂടെ എന്ത് സംഭവിക്കുകയാണ്? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോഴൊക്കെയാണ് ഡയറക്റ്റ് കോണ്ടാക്ട് സർഫസ് വരുന്ന ചില സാഹചര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വെൻ എ പേഴ്സൺ ടേൺസ് എ പേഷ്യന്റ്, ഇപ്പൊ ഒരു പേഷ്യന്റിന് രോഗിയെ നമ്മളിപ്പോ കിടത്തുക അല്ലെങ്കിൽ അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഗീവ്സ് എ ബാത്ത്, അപ്പൊ അവരെ നമ്മൾ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതൊക്കെ നേരിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണല്ലോ. or does other patient care jobs that need direct personal contact. Okay, direct personal contact വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം അല്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ ഈ പറയുന്ന രോഗാണു വ്യാപനം നടക്കാം. അതാണ് എന്ത് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അതാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി സർഫസ് കോണ്ടാക്ട് അവിടെ വരുന്നില്ല. ഓക്കെ, ഡയറക്റ്റ് ഒരു ബോഡി സർഫസ് കോണ്ടാക്ട് വരുന്നില്ല. പക്ഷെ എന്താണ്? രോഗം ബാധിച്ച ഒരാൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു. ഓക്കെ, ആ വസ്തുവിനെ
മറ്റൊരാൾ ഉപയോഗിക്കണം. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു? രോഗാണുവിന്റെ ട്രാൻസ്മിഷൻ അവിടെ നടന്നു കഴിഞ്ഞു അല്ലെ. അല്ലാണ്ട് നേരിട്ട് ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. പക്ഷെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വസ്തുക്കൾ അല്ലെ, ആ വസ്തുക്കൾ വേറൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? രോഗാണുക്കൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. This consists of a contact of a susceptible host with a tainted intermediate object like contaminated instruments, needles or dressings, or tainted gloves that are not changed between the patient, tainted surface by needles, dried blood, ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. അതായത് ഈ പറയുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് വരുന്നത് ഇപ്പൊ നമ്മളെ ഇൻസ്ട്രുമെന്റ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നീഡിൽസിലൂടെ ആയിരിക്കാം, ഡ്രസ്സിങ്സിലൂടെ ആയിരിക്കാം. ടൈന്റഡ് എന്ന് വെച്ചാൽ മലിനമായിട്ടുള്ളത് കേട്ടോ. ടൈന്റഡ് ആയിട്ടുള്ള ഗ്ലൗസ് അല്ലെ, നമ്മളിപ്പോ ഒരു രോഗീനെ കോണ്ടാക്ട് ചെയ്യാൻ പോയപ്പോ ഉപയോഗിച്ച ഗ്ലൗസ് അടുത്ത രോഗിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്യാണ്ട് അതേ ഗ്ലൗസ് വെച്ച് വേറൊരു രോഗിയുടെ അടുത്ത് പോകണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ട്രാൻസ്മിഷൻ നടക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ടൈന്റഡ് ഗ്ലൗസ് ദാറ്റ് ആർ നോട്ട് ചേഞ്ച്ഡ് ബിറ്റ്വീൻ പേഷ്യന്റ്, അതുപോലെ നീഡിൽസ് വഴിയായിട്ട്, പിന്നെ ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതൊക്കെ ആയിട്ടുള്ള സമ്പർക്കത്തിലൂടെ ആയിട്ട് ഈ പറയുന്ന അസുഖങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെ പ്രത്യേകത എന്താ? ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ പറഞ്ഞത് അത് ഇതിലൂടെ പാസ് ചെയ്യുന്നതാണ്. കൂടുതലും ബോഡി ഫ്ലൂയിഡ്സിലൂടെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖമാണ് അല്ലെ ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ സി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മൾ കോണ്ടാക്ട് വരുന്നില്ല, ഇൻഫെക്റ്റഡ് പേഴ്സൺ ആയിട്ട് നേരിട്ട് കോണ്ടാക്ട് വരുന്നില്ല. പക്ഷെ അവർ ഉപയോഗിക്കുന്ന മറ്റു പല വസ്തുക്കളുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിലൂടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ഒരു കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. എന്താണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല്? ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ ദ ഡ്രോപ്ലെറ്റ്സ് അല്ലെ. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മൾ പോലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു രോഗി, ഓക്കെ, ആ ഒരു രോഗി ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് അവർ പോലും അറിയാതെ അവരിൽ നിന്നും ശ്രമിക്കുന്ന ചില ഡ്രോപ്ലെറ്റ്സുകൾ ഉണ്ടാവും അന്തരീക്ഷത്തിലൂടെ അല്ലെ. അതിൽ ചിലപ്പോൾ രോഗാണുക്കൾ ഉണ്ടാവും. അപ്പൊ ആ ഡ്രോപ്ലെറ്റ്സ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ കോവിഡ് സമയത്ത് എന്ത് വെച്ചത്? മാസ്ക് ഒക്കെ വെച്ചത് അല്ലെ. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴൊക്കെ ഒരിക്കലും നമ്മുടെ ഡ്രോപ്ലെറ്റ്സുകളൊന്നും അന്തരീക്ഷത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്കുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക. ട്രാൻസ്മിഷൻ ഹാപ്പൻസ് when droplets that contain microbes from the infected person are pushed a short distance through the air and deposited on the patient's body. ഒന്നുമില്ല, അതായത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് അവരിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സുകൾ അതായത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വരുന്ന അത്തരം ശ്രമങ്ങളിൽ നിന്ന് അത് എയറിൽ പോയി തങ്ങി നിൽക്കും അല്ലെ. എന്നിട്ടോ അത് അതിൽ എന്തുണ്ടാവും? രോഗാണുക്കൾ ഉണ്ടാവും, മൈക്രോബ്സ് ഉണ്ടാവും. അത് മറ്റൊരാളുടെ ശരീരത്തിൽ എന്ത് ചെയ്യപ്പെടുന്നു? ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാണ്. അപ്പൊ അയാൾക്കും ആ ഒരു അസുഖം വരികയാണ്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻ ഫ്രം caffeine, അല്ലെ. caffeine that droplets are generated from the source person and during the performance of a certain procedures such as ബ്രോങ്കോസ്കോപ്പി. പ്രധാനമായിട്ടും ചുമയ്ക്കുമ്പോഴൊക്കെ അല്ലെ, ചുമയ്ക്കുമ്പോ തുമ്മുമ്പോ അപ്പോഴൊക്കെയാണ് ഇത്തരം ഡ്രോപ്ലെറ്റ്സുകൾ എത്തിച്ചു വരുന്നത്, അന്തരീക്ഷത്തിലോട്ട് എത്തുന്നത് അല്ലെ. അതുപോലെ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ഒക്കെ പോലുള്ള ചില പ്രൊസീജിയറുകൾ, എൻഡോസ്കോപ്പി എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, അത് നമ്മൾ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ബ്രോങ്കോസ്കോപ്പി എന്തായിരിക്കും? ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഡിറ്റക്ട് ചെയ്യാനൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു എന്താ പറയാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയും കേട്ടോ. അപ്പൊ അത്തരം ബ്രോങ്കോസ്കോപ്പി ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ എയർവേ കാര്യങ്ങളൊക്കെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഡ്രോപ്ലെറ്റ്സുകളായിട്ടുള്ള സമ്പർക്കം വരും. സ്വാഭാവികമായിട്ടും എന്ത് വരാം? ഇൻഫെക്ഷൻസ് വരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ത്രൂ ദ ഡ്രോപ്ലെറ്റ്സ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താണ്? എയർ ബോൺ ട്രാൻസ്മിഷൻ. എയർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് അതൊരു ഏതുപോലെ തന്നെയാണ്? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ്. നമ്മൾ എയറിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു എന്ന് മാത്രം. എയർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ എയറിലൂടെ, വായുവിലൂടെ വരുന്നു എന്ന് പറഞ്ഞാല് വായുവിന് രോഗാണുക്കൾ ഉണ്ട് അല്ലെ. അപ്പൊ ഡ്രോപ്ലെറ്റ് കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് വായുവിൽ അല്ലാതെയും രോഗാണുക്കൾ ഉണ്ട്. നമ്മുടെ വായുവിൽ ഇഷ്ടംപോലെ രോഗാണുക്കൾ ഉണ്ട് അല്ലെ. ആ രോഗാണുക്കൾ വഴി എന്ത് വരുന്നുണ്ട്? ആ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറാൻ ഈസിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് എന്ത്? എയർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഇന്നത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചോദിക്കാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. ഓക്കെ ആണോ? Thank you, ma'am. Okay, ma'am. നിങ്ങളുടെ ക്ലാസ് ഇനി ഇല്ല കേട്ടോ. Thank you, ma'am. നെക്സ്റ്റ് ആവാം കേട്ടോ. ഇനി ക്ലാസ് ഇല്ല Thank you, ma'am. ഓക്കെ, ശരി.